എന്തായാലേ പശ്ചിമേഷ്യക്ക് അങ്ങ് ആകമാനം യുദ്ധഭീതിയിലാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് വിചാരിക്കും അത് പശ്ചിമേഷ്യയിലല്ലേ, പക്ഷെ അല്ല, ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കില്ലേ, എല്ലാവരും ബാധിക്കും. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇപ്പം ഇറാനെ നമ്മൾ പല കാര്യങ്ങളിലും ഈ നമ്മുടെ ഓയിൽ അടക്കം എണ്ണ ഇറക്കുമതി അടക്കം പല കാര്യങ്ങളിലും നന്നായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമ്മൾ നല്ല വാണിജ്യ ബന്ധമുള്ളൊരു രാജ്യമാണ് ഇറാൻ. ഇസ്രായേലുമായിട്ടാണെങ്കിൽ നമുക്ക് നയതന്ത്ര പ്രശ്നങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല നമ്മുടെ ഒരു നല്ല പ്രതിരോധ പങ്കാളി കൂടിയാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ലോകക്രമമൊക്കെ താളം തെറ്റുമോ, ഇനിയൊരു മറ്റൊരു മൂന്നാം ലോക മഹത് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു ഭീതിയൊക്കെ ലോകത്ത് ഇപ്പോൾ തന്നെ ജനിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ആകെപ്പാടെ താളം തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. യുദ്ധമുണ്ടാവുക, കെടുതികൾ വരിക, മനുഷ്യന്മാർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം ഇനിയിപ്പം ഈ ഒരു സംഘർഷ സാഹചര്യം അതിന് ഒരു അയവ് വരുമോ, അത് എങ്ങോട്ടാണ് അതിൻ്റെ പോക്ക്. കാരണം ഇന്ന് കൂടുതൽ ആൾക്കാരുടെ, കൂടുതൽ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും, UN-ന്റെ അടക്കം. നമുക്ക് മറ്റ് വാർത്തകൾ കൂടി പരിശോധിക്കാം. അതിൽ ഈ സംസ്ഥാനത്തെ നമ്മുടെ സ്കൂളുകളിലെ ഭക്ഷണ മെനു ഉഗ്രനാക്കിയെങ്കിലും പദ്ധതിക്കുള്ള ഫണ്ടിൽ 1 രൂപ പോലും വർധനവ് ഇനിയും നമ്മുടെ സർക്കാർ വരുത്തിയിട്ടില്ല. നിലവിൽ അനുവദിക്കുന്ന തുകയ്ക്ക് പുതുക്കിയ മെനു പ്രകാരം എങ്ങനെ ഭക്ഷണം നൽകും എന്നൊരു ആശങ്കയിലാണ് പാവം അങ്കണവാടി അധ്യാപകരടക്കം. സാധനങ്ങളുടെ ലഭ്യതയും വിലയും ഒക്കെ പരിഗണിച്ച് തുക വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിലവിലെ ഉച്ചഭക്ഷണം പോലും പ്രതിസന്ധിയിലാകുമെന്നാണ് അധ്യാപകർ പറയുന്നത്. ഒരു വിശദമായ റിപ്പോർട്ട് കാണാം. ചോറും കറിക്കും പുറമെ ആഴ്ചയിലൊരിക്കൽ ഫ്രൈഡ് റൈസ്, ബിരിയാണി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനുവിൽ വിഭവങ്ങളേറെയുണ്ട്. കുട്ടികൾക്കും സന്തോഷം. എന്നാൽ നിലവിൽ ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകുന്നതിനായി സർക്കാർ നൽകുന്നത് LP വിഭാഗത്തിൽ 6 രൂപ 78 പൈസയും UP വിഭാഗത്തിൽ 10 രൂപ 17 പൈസയുമാണ്. പക്ഷേ മെനു പുതുക്കിയപ്പോൾ തുക വർദ്ധിപ്പിച്ചില്ല. ഇതാണ് അധ്യാപകരെ പ്രതിസന്ധിയിലാക്കിയത്. ഈ തുകയ്ക്ക് എങ്ങനെ ബിരിയാണിയും ഫ്രൈഡ് റൈസും നൽകുമെന്നാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ ചോദിക്കുന്നത്. നമുക്ക് നിലവിൽ 128 കുട്ടികളാണ് ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. 9 രൂപ 29 പൈസയാണ് നമുക്ക് 6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് കിട്ടാറുള്ളത്. അതുപോലെ നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സ്കൂളിൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകളും അധ്യാപകരും ഒക്കെ നമുക്ക് ഈ മെനുവിൽ ചേഞ്ച് വരുത്താൻ സഹായിക്കാറുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മെനു വ്യത്യാസം വരുമ്പോൾ നമുക്ക് PTA കമ്മിറ്റി അതേപോലെ ഉച്ചഭക്ഷണ കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 100 വിദ്യാർത്ഥികളുള്ള ഒരു LP സ്കൂളിന് 20 ദിവസത്തേക്ക് ഭക്ഷണം വിളമ്പാൻ 13,560 രൂപയാണ് അനുവദിക്കുന്നത്. എന്നാൽ 100 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിന് പുതുക്കിയ ഭക്ഷണ മെനു പ്രകാരമാണെങ്കിൽ 20 ദിവസത്തേക്കുള്ള ഏകദേശ ചിലവ് 30,000 രൂപ വരും. 16,440 രൂപ അധിക ബാധ്യതയാണ്. ഇത് അധ്യാപകരെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നത്. പുതുക്കിയ മെനു പ്രകാരമുള്ള ഭക്ഷണം എങ്ങനെ കൊടുക്കുമെന്നും അധ്യാപകർ ചോദിക്കുന്നു. 2024 ഫെബ്രുവരി മാർച്ച് മാസത്തെ ഈ കുടിശ്ശിക ഈ ജൂൺ പകുതിയിലാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, 3 മാസത്തെ കുടിശ്ശികയാണ്. 3-4 മാസം കുടിശ്ശികയാക്കി നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് തുക ഹെഡ്മാസ്റ്റർമാർക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഒരു ഇത്രയും വലിയൊരു മെനു നടപ്പിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ഏത് രീതിയിലാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നുള്ള ഒരിക്കലും പ്രവചിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രധാന അധ്യാപകർ ഒരുപാട് പ്രയാസപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊക്കെ വളരെ കൃത്യമായൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രമാണ് സംഘടനക്ക് പറയാനുള്ളത്. 500-ൽ താഴെ കുട്ടികളുള്ള വിദ്യാലയങ്ങളിൽ ഒരു പാചകത്തൊഴിലാളി മാത്രമാണുള്ളതെന്നതും പരിമിതിയാണ്. സർക്കാരിന്റെ തുച്ഛമായ ഫണ്ട് തന്നെ സ്ഥിരമായി കുടിശ്ശികയായതിനാൽ നിലവിലുള്ള രീതിയിൽ പദ്ധതി നടത്താൻ പോലും ബുദ്ധിമുട്ടുകയാണ് സ്കൂളുകൾ. അധ്യാപകരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാതെ ഉച്ചഭക്ഷണ മെനുവിന്റെ തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യത്തിന് പാചകത്തൊഴിലാളികളെ അനുവദിക്കണമെന്നും അധ്യാപകർ ആവശ്യപ്പെടുന്നു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ മെനു മാറിയതിന്റെ സന്തോഷം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുണ്ട്. എന്നാൽ അത് എങ്ങനെ നടപ്പിലാക്കും എന്നതിൽ ഇപ്പോഴും ആശങ്കയും പരിമിതികളും നിലനിൽക്കുകയാണ്. സ്കൂളുകൾക്ക് അധിക ബാധ്യത വരാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.